അത് കോമഡി ഞാൻ കണ്ടില്ല. അപ്പം അത് കുറേ ഉണ്ട് ശരിക്കും. മലർവാടി ആർട്സ് ക്ലബ് എന്ന സുഹൃത്തുക്കളുടെ ഒരു സിനിമയിൽ നിന്ന് ഇന്ന് സർവവുമായി എന്ന് പറയുന്ന ഒരു വലിയ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര മലയാളികളെ വിസ്മയിപ്പിച്ച നമ്മളെല്ലാവരെയും ഒരുപാട് തലങ്ങളിലേക്ക് എത്തിപ്പിച്ച നമ്മുടെ സ്വന്തം സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ അജു വർഗീസ്. കടമക്കുടി ലോകം അറിയാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാൻ പോവുകയാണ്. ആനന്ദ് മഹീന്ദ്ര അദ്ദേഹം ട്വീറ്റ് ചെയ്തു കടമക്കുടിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ താറ് ജീപ്പ് ഓടിച്ച് കടമക്കുടിയിൽ കൂടെ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം തുടർന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് എന്നാണ് കടമക്കുടിയുടെ ഏരിയൽ വ്യൂ പങ്കുവെച്ച് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. നമ്മൾക്ക് 9 ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. ആ ദ്വീപ് സമൂഹങ്ങളെല്ലാം ഒരു ക്ലസ്റ്ററാക്കി ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപക്ഷെ വെർജിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ കഴിയുന്ന പോലെ നമുക്ക് കുമരകത്തെക്കാൾ ആലപ്പുഴയേക്കാൾ മനോഹരമായ ബാക്ക് വാട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. വെമ്പനാട്ട് കായലുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കടലും കായലും ഒത്തുചേരുന്ന പ്രകൃതി രമണീയമായ ചെറായിയും കുഴിപ്പള്ളിയും എല്ലാം ഈ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പദ്ധതികൾ വരുമ്പോൾ അതിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അജു ഉന്നം വെച്ച് MS പറഞ്ഞത് അതിന്റെ എല്ലാം ബ്രാൻഡ് അംബാസിഡറായി വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ അജു വർഗീസ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MP ഹൈബി സാർ, ഈ ചടങ്ങ് വളരെ സ്പെഷ്യലാക്കി ഈശ്വരന്റെ കരങ്ങളാൽ അതിനൊരു നിമിത്തമായി മാറിയ പ്രിയപ്പെട്ട അബ്ബാസ് ഭായി, പ്രമോദേട്ടൻ, എൻ്റെ എന്നെ സുഹൃത്ത് സജിൻ ഭായി, പിന്നെ ഇവിടുത്തെ പേരുകൾ എനിക്കറിയില്ല, പക്ഷേ ഇതിന് കാരണമായ കടമക്കുടി പഞ്ചായത്തിലെ എല്ലാ മെമ്പേഴ്സും അതിൻ്റെ റൂളിംഗ് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തണലെന്ന് പറഞ്ഞ ഈ ഒരു സംരംഭം സാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു അതിലൊന്ന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയൊരു ആശയമാണ് അത് ഇതിലൂടെ പ്രവർത്തകമാകുന്നത്. ഒരു എന്താ പറയുക, ഞാൻ ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും സാറ് പറഞ്ഞ പോലെ ഞാൻ ഭാഗമല്ല, ഞാനതിൻ്റെ സംഘാടകനുമല്ല, അതിൽ ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരുന്നു. അതിന് തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകം ഇന്നും നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നിലനിർത്താൻ കാരണമാകുന്നത്. ഇപ്പം അബ്ബാസ് ഭായി പോലെയും പ്രമോദനെ പോലെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മളറിയാം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളതുകൊണ്ടാണ് ആ ഭൂമി ബാലൻസ്ഡായി നിലനിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു തുടർച്ച ഇനിയും സംഭവിക്കണം. ഇത് ഓരോരുത്തർക്ക് ഇൻസ്പിറേഷനായി മാറും തീർച്ചയായിട്ടും. പണ്ട് തൊട്ടേ ഈ ലോകം നിലനിൽക്കുന്ന ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു ഒരു പരസ്പര സഹകരണം, സ്നേഹ കൈമാറ്റം. ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ്. 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴും 2020 കോവിഡ് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മളുടെ ഒരു യൂണിറ്റി നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി കേരളം വ്യത്യസ്തമാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ജാതി മതഭേദം അല്ലെങ്കിൽ രാഷ്ട്രീയം മറന്നും ഒക്കെ പരസ്പരം മനുഷ്യരെ കണ്ട് സഹായിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അതെന്നും നിലനിൽക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും. അത് എന്താ പറയുക, ഇതൊരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു ഇതിൽ വരാൻ കഴിഞ്ഞു. താങ്ക് യു. ready some outside
താങ്ക് യു. പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ ബ്ലോക്ക് ഒരു ഒരിടത്തും ഇല്ലാതെ ഒരു സാധനം കാര്യങ്ങള് അതെ. അതുകൊണ്ട് ഫ്ലാഷ് താങ്ക് യു. ഞങ്ങൾ വളരെയധികം